ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഫോൺ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾക്ക് ലൈഫിൽ വളരെയധികം പ്രശ്നങ്ങളായിട്ട് വരും. എന്നാൽ ചിലപ്പോൾ അത് നമ്മളുടെ രക്ഷകനായിട്ടും വരും എന്നുള്ള ഒരു ഇൻസിഡൻ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കിന്ന് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ അയർലൻഡിൽ നഴ്സിംഗ് ജോലിയാണ്. അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ടെന്നും ഞാൻ ഇതിനു മുമ്പിലത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വരുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ ആളുകൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ മെസ്സേജസ് എല്ലാം ബ്രോഡ്കാസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ ഓരോ മെസ്സേജും എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ സമയത്ത് പലപ്പോഴും പലരിൽ നിന്നും, അതായത് പല കുഞ്ഞുങ്ങളും ഈ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ലാസ്റ്റ് വന്ന മെസ്സേജ് എന്നുള്ള നിലയിൽ അറിയാതെ എനിക്ക് കോള് പലപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ ചില മെസ്സേജസ് അവരുടെ ഗാലറിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ അറിയാതെ നമ്മൾക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻറ്റ്സ് എനിക്ക് നടന്നിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വരെ തുടങ്ങിയ രീതിയിലുള്ള ചില പിക്ചേഴ്സ് എനിക്ക് അവരുടെ ഫാമിലിയിൽ ആരുടെയാണെന്ന് അറിയില്ല, അവരുടെ വാട്സപ്പിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൈ തട്ടി ഗാലറിയിൽ നിന്ന് എനിക്ക് പിക്ചേഴ്സ് വന്നത് അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഇന്ന് നടന്ന ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിരുദ്ധമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആ ഒരു ഡ്രസ്സസിൻ്റെ അപ്ഡേറ്റ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കോള് വരികയാണ്. കോള് വന്നപ്പോൾ ഞാൻ ആ കോള് ഹോൾഡ് ചെയ്ത് ഹലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ വീട്ടിലെ ഒരു വല്ലാത്ത ബഹളമാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് പറ്റിയത്, വല്ല അപകടമാണോ എന്നോർത്തുകൊണ്ട് എനിക്ക് ഫോൺ അങ്ങ് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് വെക്കാനേ പറ്റുന്നില്ലാത്ത രീതിയിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ വഴക്കെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വഴക്ക്. എനിക്ക് ഫോൺ കട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നിൽക്കുന്ന രീതിയിലാണ് അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കുഞ്ഞ് അടുത്തുണ്ടല്ലോ, ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ കുറേ നേരം ഹലോ എന്ന് ഞാൻ വെച്ചു, എന്നിട്ടൊന്നും ആൻസർ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കോള് കട്ട് ചെയ്യേണ്ടതിന് ഞാനത് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എനിക്ക് പേടിയായിരുന്നു, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഗാർഡയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പെട്ടെന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്. അപ്പോൾ ഞാൻ ശബ്ദത്തിൽ വെക്കുന്നുണ്ട്, ഹലോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവർ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ വഴക്ക് കേൾക്കുകയാണ്. എനിക്കെൻ്റെ എനിക്ക് വിശ്വസിക്കാൻ കൂടി പറ്റാത്ത രീതിയിലുള്ള ഒരു വഴക്കാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു രാജ്യത്ത് വന്ന് ജീവിക്കുന്ന ഹസ്ബൻഡും വൈഫും, ഈ കുഞ്ഞിന് എനിക്ക് തോന്നിയ ഒരു 3.5-4 വയസ്സ് മാത്രമേ കാണത്തുള്ളൂ. ഒരേ ഒരു കുഞ്ഞുള്ള ചെറുപ്പക്കാരായ കപ്പിൾസാണ്. അപ്പോൾ അവരെ എനിക്ക് പരിചയമുള്ളവരാണ്, നമ്മളുടെ ഷോപ്പിൽ വന്നിട്ടുള്ള ആളുകളാണ്, എനിക്ക് നന്നായി അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇവരുടെ ഫാമിലി ലൈഫ് ഇത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഹസ്ബൻഡ് നിന്നെ ഞാൻ കൊല്ലുവടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന ഒച്ച ഞാൻ കേൾക്കുകയാണ്. എനിക്ക് ഭയങ്കര എനിക്ക് പാൽപിറ്റേഷൻ വരുന്ന പോലെ തോന്നി. അപ്പോൾ ഈ വൈഫ് പറയുന്നത്, കൊല്ലടാ നീ എന്നെ കൊല്ലടാ, നിന്നെ ഞാൻ വെറുതെ വെക്കുകയില്ല, അങ്ങനെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിൻ്റെ പേരിലാണ് ഇവരൊരു കൊച്ചു കുഞ്ഞുള്ള ഇവർ ഇത്രയും കിടന്ന് അടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ അവസാനം എനിക്ക് ഈ ഫോൺ ഹോൾഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവരെ എന്തെങ്കിലും ചെയ്ത് ഇവരെ ഒന്നും ഇത് സ്റ്റോപ്പ് ചെയ്യിച്ചില്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടക്കുമെന്ന് എനിക്ക് മനസ്സിലായ ഒരു സന്ദർഭത്തിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ആ സമീപത്ത് താമസിക്കുന്ന ആരാണെന്ന് നോക്കാനായിട്ട് ഞാൻ കുറേ തേടി. ഞാൻ വാട്സപ്പിൽ അവരുടെ പേര് സേവ് ചെയ്ത് വെക്കുന്നത്, അവരുടെ സ്ഥലം എവിടെയാണ് അവിടെ ആഡ് ചെയ്താണ് ഞാൻ പേര് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവരുടെ സ്ഥലത്തിനടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3-4 പേരെ കണ്ടു. അതിൽ ആദ്യം കണ്ട ആളെ
ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ ഇങ്ങനെ ഒരു സംഭവം നടന്നു, അപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നം നടക്കും, അവർ തമ്മിൽ എന്തെങ്കിലും സംഭവിക്കും, വലിയ പ്രശ്നമാകും, നിങ്ങളുടെ തൊട്ടടുത്താണോ അതോ കുറച്ച് ദൂരമുണ്ടോ, ബിക്കോസ് സ്ഥലപ്പേര് ഒരുപോലെ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ചേച്ചി എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടപെടുന്നതല്ല, ഞാൻ കേട്ടു അയാൾ കൊല്ലുമെന്ന് പറയുന്നത് കേട്ടു, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തോ ഒരു കുഞ്ഞു കൊച്ചുള്ളതാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓടി ഒന്ന് പോയി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഉടനെ അവർ പറയുകയാണ്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അയർലൻഡിൽ വന്നപ്പം മുതൽ ഇത് ആദ്യമൊക്കെ ആളുകൾ പോയി ഇടപെടുമായിരുന്നു, ഒത്തിരി പേര് ഇതിൽ ഇടപെട്ടതാണ്, ഇവരിത് നിർത്തുന്ന ലക്ഷണമില്ല, ചെല്ലുന്ന ആൾക്കാരുടെ നേരെ പിന്നെ ആ പുള്ളിക്കാരിക്കും ദേഷ്യമാണ്, അയാൾക്കും ദേഷ്യമാണ്, ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് പോയി ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ചേച്ചി ഇതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടണം എന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, അയ്യോ എന്നാൽ ബുദ്ധിമുട്ടാണ്, ഞാൻ വേറൊരാളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരെ വിളിച്ചിട്ടും കാര്യമില്ല, ഞങ്ങൾ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഇതറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇവരുമായിട്ടൊന്ന് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? ഇപ്പോൾ ഇവിടെ വെച്ച് അയാൾ ആ സ്ത്രീയെ കൊല്ലുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തോ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കരയോ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ നടന്ന് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് അവരെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. കാരണം എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് അപ്പം പറഞ്ഞു, അത് ചേച്ചി ആദ്യം കേൾക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ് അയാൾ കൊല്ലുമെന്നൊക്കെ, ഇതുവരെയും കൊന്നിട്ടില്ലല്ലോ, അപ്പോൾ നാളെയും കൊല്ലത്തില്ല എന്ന് ആ പുള്ളിക്കാരി എന്നോട് ഒരുമാതിരി സംസാരിച്ചു. അപ്പോൾ അവരെ തെറ്റ് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിതിന് മുമ്പ് പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. കാരണം അവരുടെ തൊട്ടടുത്തുള്ള ഒരു ഐറിഷുകാർ ഓൾറെഡി അവരോട് പറഞ്ഞതാണ് ഈ ശബ്ദവും ബഹളവും കാരണം അവർ ഗാർഡയെ നെക്സ്റ്റ് ടൈം വിളിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതെല്ലാം ഇവരെന്നോട് ഡിസ്കസ് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിനാകെ വിഷമമായി പോയി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം ഇവിടെ താമസിക്കുന്ന പല ഫാമിലിയിലും ഇതുപോലെ വളരെ വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്യാനായിട്ട് വന്ന ഇവിടെയുള്ളവരുടെ അടുത്ത് തന്നെ നമ്മൾ ഈ വഴക്കുണ്ടാക്കി ഇവിടെ ഈ അയർലൻഡിൽ ജീവിക്കുന്ന പരിസരത്തുള്ള ആളുകൾക്കെല്ലാവരുടെയും മുമ്പിൽ നമ്മൾ എന്തിനാണ് ഈ നാണം കെട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ താമസിക്കുന്നത്? നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞു പോകുന്നതിന് എന്താണ് ഇത്ര തടസ്സം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബന്ധം തുടരുന്നത്? നിങ്ങൾക്ക് യാതൊരു രീതിയിലും യോജിച്ചു പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം വരെ നടത്തും എന്നൊരു സിറ്റുവേഷനിൽ വരുന്ന ഒരവസ്ഥയിൽ ഇതിലും ഭേദം പിരിഞ്ഞു പോകുന്നത് തന്നെയല്ലേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവരെന്തിനു തുടരുന്നു ഇവരുടെ ലൈഫ്? നമുക്കാർക്കും ഈ ഒരു വഴക്ക് കേട്ട് നിൽക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഒരു വഴക്കാണ്. അത് കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിന് വളരെയധികം ഭാരമാണ് തോന്നുന്നത്. എനിക്ക് പിന്നീട് മുന്നോട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. എപ്പോഴും ഞാൻ ആ കുഞ്ഞിനെ പറ്റി ഓർക്കുകയാണ്. കാരണം ഞാൻ ആ കുഞ്ഞിനെ ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ കുഞ്ഞ് എന്ത് പിഴച്ചു, ഇവരുടെ കുഞ്ഞ് എന്ത് പിഴച്ചു, ഈ കുട്ടി എന്ത് ചെയ്യും ഇനി മുന്നോട്ട്? ഈ കാണാവുന്ന ഒരു മനസ്സിലാകുന്ന പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഈ വഴക്ക് ഡെയിലി കണ്ടുകൊണ്ടല്ലേ അവരുടെ ആ ഒരു ബാല്യകാലം വളർന്നു വരുന്നത്? അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ചുകൂടെ ഈ ഒരു ബന്ധം നീണ്ടു പോകുമെന്ന്. ഇവർ തമ്മിൽ പിരിഞ്ഞില്ല, അല്ലെങ്കിൽ ആരും അതിനൊരു ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ വലിയ പ്രശ്നമാകും. ഇത് ഒരു കൊലപാതകത്തിൽ ചെന്ന് എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എന്താണെങ്കിലും എനിക്കിത് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ തമ്മിലുള്ള ആ വഴക്കിൻ്റെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുമെന്നുള്ള ഒരു അവസ്ഥയിലും പോലും നമുക്കൊരു ഗാർഡയെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമുക്കെതിരെ തിരിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്കിത് വെറുതെ
കേട്ട് നിൽക്കാനും മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഞാൻ ഒരാളോട് ഒപ്പീനിയൻ ചോദിച്ചു, അവരുടെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മൾ വീട് വിട്ട് നാട് വിട്ട് മറ്റു രാജ്യങ്ങളിൽ വരുന്ന ആളുകൾ ശരിക്കും നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾക്ക് പരസ്പരം യോജിച്ചു പോകാൻ പറ്റാത്തത് എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തമ്മിൽ ചേരാത്ത ഒരു ബന്ധം ഇതുപോലെ ഇത്രയും സ്ട്രോങ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം നടക്കുന്ന ഈ ബന്ധം തുടരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കണം. ഇതുപോലെ ഇവിടെ പല കേസസും എനിക്കറിയാം. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ പല കേസസും അഡ്മിറ്റ് ആകാറുണ്ട്. അതായത് അബ്യൂസ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സ്ത്രീകളെ അടിച്ചും ഇടിച്ചും. പുരുഷന്മാർക്ക് അടി കിട്ടുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം നമ്മുടെ ഹോസ്പിറ്റൽ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മളുടെ അവിടെ വരുന്നത് സ്ത്രീകളെ അടിച്ചും ഈ മുഖത്തെല്ലാം ഇങ്ങനെ പാടുകളെല്ലാം വന്ന് അങ്ങനെ പല സ്ത്രീകളും അഡ്മിറ്റ് ആയിട്ടുണ്ട്. മലയാളികളായ കുട്ടികൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ കൈവയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബന്ധത്തിൽ തുടരുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അത് നിങ്ങൾ പിരിയുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിതം നരകമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം തനിയെ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയിൽ സംസാരിച്ച് അവർ രണ്ട് ആളുകളെയും ഇതിൻ്റെ നടുക്ക് നിർത്തി സംസാരിപ്പിച്ച് ഇതിനൊരു അവസാനം കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ ഈ ഡെയിലി ഇങ്ങനെ ഓരോ കാര്യങ്ങളും കേട്ട് മനസ്സങ്ങ് തളരുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒത്തിരി അധികം പേരും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം കാരണം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാനസിക നിലയെ എത്രമാത്രം തകർക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവെഞ്ചിനുള്ള ഒരു കാരണം ആവുകയും ചെയ്യും. ഇതിനിടയ്ക്ക് വലയുന്ന കുഞ്ഞുങ്ങൾ അവരുടെ മാനസിക ബുദ്ധിമുട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അവർ വളർന്നു വരുമ്പോൾ അവരുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും. ഇപ്പോൾ ഇത് കേട്ടതുകൊണ്ട് എനിക്ക് എന്തോ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ആ ആളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ ഇവർ വഴക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് നമ്മളോട് അവർ സംസാരിക്കാൻ തയ്യാറാകില്ല. അതുപോലെ തന്നെ അവർ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാനിവരെ ഒന്ന് വിളിച്ച് എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്ന് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവസാനം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നരുത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാനിങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അവരോടൊന്ന് സംസാരിച്ചില്ലല്ലോ, ഞാൻ അവരെ ഇഗ്നോർ ചെയ്തല്ലോ എന്നൊരു പശ്ചാത്താപം എനിക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അവരെ വിളിച്ച് സംസാരിക്കും. പക്ഷേ അതിൻ്റെ ഫലം എന്താകും എന്നെനിക്കറിയില്ല. അതുപോലെ കുറേ അധികം കേസസ് ഇവിടെയുണ്ട്. കുടിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള പുരുഷന്മാർ, സ്ത്രീകൾ, രണ്ട് കൂട്ടരും അങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ ബ്രോക്കൺ ഫാമിലീസ് ഇവിടെ ഉണ്ട്. അവരൊന്നിച്ച് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ കരുതാനായിട്ട് ഒരാൾ നമ്മുടെ ജീവിതത്തിലുള്ളത് എത്രയോ ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ഓർക്കുന്ന അടുത്ത വീട്ടിലെ ആളുകൾ നമ്മുടെ ഭാര്യയെക്കാളും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഹസ്ബൻഡ് നമ്മളുടെ ഹസ്ബൻഡിനേക്കാളും പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ, എല്ലാ ആളുകളിലും ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പാർട്ട്ണറെ എപ്പോഴും നമ്മുടെ ലൈഫിൽ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾക്കൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വർക്ക് പ്ലേസിൽ പോവുകയാണെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കുറേ ആളുകളുണ്ടെങ്കിൽ പോലും ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകാറില്ലേ? നമുക്കും പ്രശ്നം വരാതെ അവർക്കും പ്രശ്നം വരാതെ നമ്മൾ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ
വർക്ക് പ്ലേസിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കൂടെയുള്ള ഒരാളുമായി നമുക്ക് യോജിച്ചു പോകാൻ പറ്റാത്തത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ശരിയാണ്, ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ, മാനസിക രോഗം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. അല്ലാതെ കൂടുതലും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ചെറിയ ചെറിയ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ നിന്നാണ് എന്ന് എനിക്ക് പല ബന്ധങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ ഒരു ലെവലിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ലൈഫിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും. അത് ഹസ്ബൻഡും വൈഫും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് പറ്റുക? അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളിങ്ങനെ മാനസികമായിട്ട് ചേരാതെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിച്ച് ഒന്നുകിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കാര്യം നോക്കുക. അതല്ലെങ്കിൽ അത് തുടരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആകാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ആ കുട്ടികൾക്കും പ്രശ്നമായിരിക്കും, അവരുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ അക്രമസ്ഥരായി അത് അവസാനം കൊലപാതകത്തിലോ മറ്റു കാര്യങ്ങളിലോ അവസാനിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്ക് ഇന്നത്തെ ഈ ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.